സ്മൃതി, പ്രകടന പത്രിക എന്നുള്ളത് നടപ്പാക്കാനുള്ളതാണ് എന്നും അത് സമയബന്ധിതമായി നടപ്പാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ് എന്നും ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം മുന്നോട്ട് വെച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 2016 ഞങ്ങൾ 600 കാര്യങ്ങളാണ് പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയത്. അതിൽ 590 കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ആ 5 വർഷം നിരവധി പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും അന്വേഷിച്ച് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ പോലും അവസരം നിഷേധിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞാൻ മടുത്തു. 2021 കോവിഡ് കാലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ 900 കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആ 900 കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിദാരിദ്ര്യ സർവേ പ്രഖ്യാപിച്ചുകൊണ്ട് അതിദാരിദ്ര്യരെ കണ്ടെത്തുവാനും അതിദാരിദ്ര്യരില്ലാത്ത കേരളമാക്കി ഈ കേരളത്തെ പുനഃസൃഷ്ടിക്കുവാനും നടത്തിയ ഇടപെടലുകൾ നമുക്ക് ഓർമ്മയുണ്ട്. അത് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുവാനും ശ്രദ്ധിച്ചു. 10 വർഷത്തിനിടയിൽ 9 പ്രോഗ്രസ് റിപ്പോർട്ടാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതിൽ ചെയ്ത കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇനി പെൻഡിംഗ് ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സൂചിപ്പിച്ചു. ഇപ്പോൾ 60 ഹെഡിങ്ങിൽ 950 കാര്യങ്ങൾ 2026 പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നു. അതായത് 2031 വരെയുള്ള 5 വർഷത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ചയിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചത്. ഇത് തുടർച്ചയാണ്. 2016 മുതൽ 21 വരെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 2.5 ലക്ഷം വീടാണ് കൊടുത്തതെങ്കിൽ ആ 10 വർഷം കൊണ്ട് അത് 5 ലക്ഷം വീടായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, വീടില്ലാത്തവർ ഈ കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും, അവശേഷിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ക്ഷേമ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയായിരുന്നു. അത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പ്രകടന പത്രികയിൽ 1000 രൂപ എന്നാണ് 2016 പറഞ്ഞത്. പക്ഷേ ആ കാലയളവിൽ തന്നെ അത് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും 62 ലക്ഷം പേർക്കാണ് ഈ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്. UDF കാലത്ത് അത് 32 ലക്ഷമായിരുന്നു. ഏകദേശം ഇരട്ടിയായി പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഞങ്ങളുടെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഈ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും എന്നതാണ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്നാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച ആശയം. അതിന്റെ പഠനത്തിന്റെ ഭാഗമായി 64,006 കുടുംബങ്ങളെ കണ്ടെത്തി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ കേവല ദാരിദ്ര്യം 5 ലക്ഷം പേരെ ദരിദ്ര വിമുക്തരാക്കി മാറ്റുകയും ദരിദ്രരില്ലാത്ത പാവപ്പെട്ട എന്ന ഒരു പ്രയോഗം പോലും നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ മുഴുവൻ ആളുകളെയും ജീവിതത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക്, ഒരു വികസിത തലത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ പഠിച്ചാൽ മുഴുവൻ ആളുകൾക്കും ജോലി ഉറപ്പ്, ബാക്ക് ടു ക്യാമ്പസ് എന്ന രൂപത്തിൽ നൈപുണ്യ വികസനത്തിന്റെ എല്ലാവിധ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തും. വിവിധ വിദ്യാഭ്യാസത്തിന് വേണ്ടി ക്യാമ്പസുകളിൽ എത്തുന്ന, സർവകലാശാലകളിൽ എത്തുന്ന വിദ്യാർത്ഥിനികളെ വിവിധ വിഷയങ്ങളിൽ ഉള്ള എക്സ്പെർട്ടുകളാക്കി മാറ്റുന്ന, വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുന്ന ബാക്ക് ടു ക്യാമ്പസ് പദ്ധതിയും പഠിക്കുന്നവരും പഠനം കഴിഞ്ഞു പോയവരെയും വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുന്ന പദ്ധതി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 50% തൊഴിൽ ജോലി ഉറപ്പുവരുത്തുന്ന പദ്ധതി, വന്യജീവികൾ കാടിറങ്ങാതിരിക്കുവാനും വർഷങ്ങളായി നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം, അതുപോലെ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ, അതുപോലെ നമ്മുടെ ശബരി റെയിൽ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കും. ലെവൽ ക്രോസുകൾ ഇല്ലാത്ത റെയിൽവേ സംവിധാനം, അതുപോലെ തന്നെ എല്ലാ ടൗണുകളിലും ഒരു തരത്തിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാത്ത തരത്തിൽ ബൈപ്പാസുകൾ അടക്കം, അതുപോലെ 60 ഹെഡിങ്ങുകളിൽ 950 കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി 199 പേജിലായിട്ട് ഈ പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതിന് വീരവാദം വേണോ? അരുൺകുമാർ, 2021 വാഗ്ദാനങ്ങൾ 99% പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട്. ഇവിടെ പഠിച്ച് ഇവിടെ ജോലി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ആരും പുറത്തേക്ക് പോകുന്ന, എല്ലാവരും ഇവിടെ തന്നെ എന്ന രൂപത്തിൽ നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ഈ നോർക്ക റൂട്ട്സിന്റെ തന്നെ കണക്ക് പ്രകാരം GCC ഇതര സംസ്ഥാനങ്ങളിലേക്ക് സ്ത്രീ കുടിയേറ്റം വലിയ തോതിൽ നടന്നിട്ടുണ്ട്. അത് 2018 15.8 ആയിരുന്നുവെങ്കിൽ 2026 ആകുമ്പോഴേക്ക് 40.5 ആയി ഉയരുന്നുണ്ട്. ഇവിടെ നിന്നും സ്ത്രീ കുടിയേറ്റക്കാരാണ് ജോലിക്കായി പോയത്. ഇനി പഠനത്തിനായി പോയ സ്ത്രീകൾ മാത്രം, വിദ്യാർത്ഥികളുടെ മാത്രം കണക്ക് എന്നുള്ളത് 45.60% ഇത്ര വലിയ കണക്കാണ്. നോക്കൂ, 2.5 ലക്ഷം വിദ്യാർത്ഥികൾ പുറത്താണ്. 2 ലക്ഷം വിദ്യാർത്ഥികൾ ഇവിടെ പഠന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ പുറത്തേക്ക് പോകുന്നത് ഇവിടുത്തെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളാലാണ് എന്ന് തന്നെ പലതരം വിവരങ്ങളും വന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തത് ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 2021 700 രൂപ ദിവസം കൂലി വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ 2025 നവംബർ വരെ പ്രതിമാസം നൽകിയ ഓണറേറിയം 7000 രൂപയാണ് പ്രതിമാസം. സമരങ്ങൾക്കൊടുവിൽ 2025 നവംബർ 1 മുതൽ അത് 1000 രൂപ കൂട്ടി 8000 ആക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ 2026 എത്തുമ്പോൾ പ്രതിദിനം അത് 300 മാത്രമാണ്. ഈ 700 എന്ന വാഗ്ദാനം ഇതുവരെ നടപ്പായിട്ടില്ല. അപ്പോൾ ഈ 99% വാഗ്ദാനങ്ങൾ നടപ്പായി എന്നതിൽ 2 വെട്ടിക്കഴിഞ്ഞല്ലോ. ഇനിയും അങ്ങനെ നോക്കിയാൽ പലതും ഉണ്ടാകും. പങ്കു പറഞ്ഞു, പഠനത്തിന്റെ ഭാഗമായിട്ട് വിദേശത്തേക്ക് കുട്ടികൾ പോകുന്ന എണ്ണം സൂചിപ്പിച്ചു. എന്നാൽ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ആധികാരികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നതിൽ പഠനത്തിന്റെയും ജോലിയുടെയും ഭാഗമായി മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഈ കേരളമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ
കേരളത്തിൽ നിന്ന് കുട്ടികൾ പഠനത്തിനും ജോലിക്കും പോകുന്ന രീതി ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കാലം മുതൽ അടുത്ത കാലത്ത് കുറെ പോകുന്നുണ്ട്. പക്ഷേ തിരിച്ചുമുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ച വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 81 ലോകരാജ്യങ്ങളിലെ 1620 കുട്ടികളാണ് അപേക്ഷ കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 61 ലോകരാജ്യങ്ങളിലെ 1859 വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും റഷ്യയും ചൈനയും അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ നിന്ന് വരെ ഈ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇത് സത്യമായ കാര്യമാണോ അതോ? അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ആ കുതിപ്പ് കഴിഞ്ഞ 5 വർഷമായി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വൻകിട വ്യവസായ സംരംഭകരുമായി കൂടിയാലോചിച്ച് അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള എക്സ്പെർട്ടുകളെയാണോ വേണ്ടത് അത്തരം എക്സ്പെർട്ടുകളെ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കുവാനും അവർക്ക് കേരളത്തിൽ തന്നെ വിദേശത്ത് കിട്ടുന്ന ജോലിയും മറ്റ് സൗകര്യങ്ങളെക്കാൾ ഉപരി ലഭിക്കുന്ന തരത്തിൽ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ മൈഗ്രേറ്റ് ചെയ്ത് വിദേശത്തേക്ക് അവരുടെ സേവനം പോകുന്നതിന് തടയാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കണക്ക് ലോകത്ത് എവിടെയും ജോലി എടുക്കാൻ പാകത്തിന് കേരളത്തിലെ യുവതി യുവാക്കളെ പ്രാപ്തരാക്കുന്നു. ഈ പ്രകടന പത്രിക വരുന്ന 5 വർഷത്തേക്ക് ആ 5 വർഷത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കേരളത്തിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വിദേശത്ത് ജോലി എടുക്കുന്നതിനേക്കാൾ ഏറ്റവും ആകർഷകമായിട്ടുള്ള സേവന വേതന വ്യവസ്ഥകൾ കേരളത്തിൽ തന്നെ ഉറപ്പുവരുത്തും. അപ്പോൾ അവർക്ക് സ്വന്തം നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ജോലി ചെയ്യാനും വിദേശത്ത് കിട്ടുന്ന സൗകര്യത്തെക്കാൾ മെച്ചപ്പെട്ട സൗകര്യം ഇവിടെ ഉറപ്പുവരുത്താൻ കഴിയും എന്നതാണ് ഞങ്ങളുടെ പ്രകടന പത്രിക വരുന്ന 5 വർഷത്തേക്കുള്ള പ്രകടന പത്രിക. അതിച്ചിരി കൂടുതലല്ലേ? ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു അവരുടെ സ്റ്റൈഫൻഡ് ഇൻസെന്റീവ്. അത് ഞങ്ങൾ 9000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. താങ്കൾ പറയുമ്പോൾ ഒരു 8000 നിന്നോളൂ, ഇപ്പൊ 8000 അല്ല 9000. 10 വർഷം കൊണ്ട് 8000 രൂപയുടെ വർധനവാണ് LDF സർക്കാർ ഉണ്ടാക്കിയത്. അത് 9000 രൂപയാക്കി മാറ്റി. അത് ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അതും മെച്ചപ്പെട്ട രീതിയിൽ. നിങ്ങൾ ആദ്യം ചില ഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്ല അങ്ങനെയല്ലല്ലോ. നമ്മൾ നമ്മുടെ നിലവാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറെ രൂപത്തിൽ നിലവാരമാണ് നമ്മൾ പല ഘട്ടങ്ങളിൽ അവകാശപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള ഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി പ്രത്യേക താരതമ്യം നടത്തുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഇവിടെ സമരങ്ങൾ നടന്നതാണ്. ഇവിടെ ഓണറേറിയം നൽകാൻ വകുപ്പില്ല എന്ന് പറഞ്ഞതാണ്. 700 രൂപ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും അത് 300 എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. സ്മൃതി, ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഓരോ വാഗ്ദാനങ്ങളും അത് UDF അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ പറ്റുന്നതാണ്. അതിന് കാരണം താങ്കൾ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പുതിയ യാത്ര തുടങ്ങുന്നതിന് മുമ്പും അതിനിടയിലുമായിട്ട് വിവിധ തരത്തിലുള്ള കോൺക്ലേവുകൾ വിവിധ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ കൊണ്ട് കോൺക്ലേവിൽ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രകടന പത്രിക ഉണ്ടായിരിക്കുന്നത്. 2 ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും എന്നുള്ളത് കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാർ അധികാരം ഒഴിയുന്ന സമയത്ത് ആ സർക്കാർ പരാജയത്തിലേക്ക് പോകുന്ന സമയത്ത് 5 വർഷം മുമ്പ് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞത് 2500 രൂപ കൊടുക്കുമെന്നാണ്. അവർക്ക് ഇതുവരെ അത് കൊടുക്കാൻ പറ്റില്ല. 2000 രൂപ മാത്രമാണ് എത്താൻ പറ്റിയത്. അതും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് 3-4 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചത്. ഏകദേശം ഒരു 4-5 മാസം മുമ്പാണ് 2000 രൂപ പോലും ആക്കിയത്. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ. അപ്പോൾ അവർക്ക് പറ്റാത്തൊരു കാര്യം ഞങ്ങൾ 3000 രൂപയാക്കുമെന്നുള്ളത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഇപ്പോൾ 3000 അല്ല, അവർക്ക് 2500 കൊടുക്കാൻ പറ്റാത്തവർ 3000 പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കാൻ ഒരു ഇടയുമില്ല. 5 വർഷം കയ്യിൽ അധികാരം ഇരുന്നിട്ട് 2500 എന്നുള്ള മുൻ വാഗ്ദാനം പാലിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പൊ 3000 എന്ന് പറയുന്നതിൽ അത് ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. കേരളത്തിലെ സാധാരണക്കാർക്ക് ചികിത്സാ ധനസഹായത്തിന്, ഇൻഷുറൻസിന്, അതുപോലെ ചികിത്സാ സഹായത്തിനുള്ള പണം ആർജിക്കാൻ വേണ്ടിയിട്ട് കാരുണ്യ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിന് പണം ആർജിക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി അച്ചടിച്ച് വിതരണം ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇടതടവില്ലാതെ കാരുണ്യ ചികിത്സാ സഹായവും ഇൻഷുറൻസ് പദ്ധതിയും ഉണ്ടായിരുന്നു. ഇന്ന് അത് ഇല്ലാതാക്കപ്പെട്ടു. 10 വർഷമായിട്ട് കാരുണ്യ ചികിത്സാ പദ്ധതിയും ഇൻഷുറൻസ് പദ്ധതിയും ഇല്ലാതാക്കപ്പെടുമ്പോൾ ഇപ്പോഴും ആ ലോട്ടറി അടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ആ പണം കൊണ്ട് പിൻവാതിൽ നിയമനം, ധൂർത്തും അഴിമതിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ വികസന പ്രവർത്തനങ്ങളെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തോട് താരതമ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ പദ്ധതിക്ക് ഉമ്മൻചാണ്ടി എന്ന് പേരിട്ടിരിക്കുന്നത്. കാരുണ്യമില്ലാത്തൊരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ കാരുണ്യത്തിന്റെ നിർഗുണമായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അത് സകല മനുഷ്യർക്കും ആരോഗ്യരംഗത്ത് അവരുടെ ആവലാതികൾ ഇല്ലാതിരിക്കാൻ, ഭയമില്ലാതെ ചികിത്സിക്കാൻ, മരണഭയമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഞങ്ങളത് നടപ്പാക്കിയിരിക്കും.